കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന കരുണയുള്ള ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടാൻ ഇടയാവണം. യഹോവയ്ക്ക് കീർത്തനം പാടുകയും അവിടുന്ന് ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ശ്രേഷ്ഠമായി ചെയ്യുമെന്നല്ല, ചെയ്തിരിക്കുന്ന ദൈവത്തിന്, തുറന്നിരിക്കുന്ന ദൈവത്തിന്, സൗഖ്യമാക്കിയിരിക്കുന്ന ദൈവത്തിന്, വിടുതൽ നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ നമുക്കിടയാവണം. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ച് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന ദൈവം. കാക്കക്കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ സേവിക്കുന്നത്. ഇന്നും ആ കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ശ്രേഷ്ഠഭുജം നമുക്ക് വേണ്ടി ഇറങ്ങും. തിരുവെഴുത്ത് പറയുന്ന പോലെ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അതാർക്കും അടയ്ക്കാൻ പറ്റാത്തത്. ദൈവം തുറന്നു വെച്ചാൽ ഒരു ദേശാധിപതിക്കോ എതിർ ശക്തികൾക്കോ അധികാരങ്ങൾക്കോ അത് അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം തുറന്ന ദൈവം. അതിൽ അഡ്രസ്, ഞാനൊരു വാതിൽ, അധികാരമുള്ളവൻ, പ്രവർത്തിക്കുമെന്ന് പറഞ്ഞവൻ, ആര് തടുക്കുമെന്ന് ചോദിച്ചവൻ. അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഒരു വാതിൽ തുറന്ന് വെക്കുമെന്നല്ല, വെച്ചിരിക്കും, ആർക്കും അത് അടച്ചുകൂടാ. ഇന്ന് പകലിലും പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തോട് പറയാനുള്ളത്, ദൈവം തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല. ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ദൈവം നിർണയിച്ചാൽ അതിനെ ദുർബലമാക്കുന്നത് ആര്? ദൈവത്തിന്റെ കൈ നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുന്നത് ആര്? വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, ഇന്നലകൾ മാത്രമല്ല, ഇന്നും നാളെയും ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആശയ്ക്ക് വിരോധമായി ഞാനത് ആശയോടെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങളെ ടച്ച് ചെയ്യാൻ പോകുകയാണ്. ഇറങ്ങി വരുന്ന കരുത്തിന്റെ വല്ലഭത്വം ഇന്നും നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇപ്പോൾ കാണും. 89-ാം സങ്കീർത്തനം 13-ാമത് വാക്യം. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവും ആകുന്നു. ഏതാന്റെ ഒരു ധ്യാനമാണ് എന്ന് നാം കാണുന്നു. അവയുടെ കൃപകളെ കുറിച്ച് എന്നേക്കും പാടുമെന്നും തലമുറ തലമുറയോളം എന്റെ വായ് കൊണ്ട് ദൈവമേ അങ്ങയുടെ വിശ്വസ്തത ഞാൻ അറിയിക്കും. നമുക്ക് പറയാൻ കഴിയണം, തലമുറ തലമുറയോളം എന്റെ വായ് കൊണ്ട് വ്യക്തിപരമായി ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിടുതൽ, ദൈവിക പ്രവൃത്തി, അത് ഞാൻ വിളിച്ചു പറയും. ദൈവത്തിന് ഞാൻ സ്തുതി കരയേറ്റും. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കണം. മറ്റൊരിടത്ത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും, സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴും എതിരാകുമ്പോഴും ദൈവത്തെ വാഴ്ത്താൻ, ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കാൻ, അവിടുത്തെ മഹത്വം വർണ്ണിക്കാൻ നമ്മൾ ഇന്നും തയ്യാറാകാൻ അവിടുത്തെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു. എന്നിട്ട് പറയുന്നു, സമുദ്രത്തിലെ വെള്ളം പൊങ്ങുമ്പോ അല്ലെങ്കിൽ തിര പൊങ്ങുമ്പോ, സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുമ്പോ, മാത്രമല്ല അതിലെ തിരകളെ അമർത്തുന്ന ഒരു ദൈവം, പൊങ്ങി വരുന്ന ചില ശക്തികളെ, അത് ശരീരത്തിനെതിരെ ആകട്ടെ, കുടുംബജീവിതത്തിനെതിരെ ആകട്ടെ, തലമുറകൾക്കെതിരെ ആകട്ടെ, സ്വസ്ഥതയ്ക്കെതിരെ ആകട്ടെ, പൊങ്ങി വരുന്ന ചിലതിനെ ഇന്ന് പ്രഭാതത്തിൽ എന്റെ ദൈവം അമർത്താൻ പോകും. നിങ്ങളുടെ വാക്തത്വത്തിനെതിരെ പൊങ്ങി നിൽക്കുന്ന ചില ശക്തികളെ
ദൈവം അങ്ങ് അമർത്താൻ പോകും. താഴോട്ടങ്ങ് പോകുക. അതിനി പൊങ്ങി വരാതെ വണ്ണം ദൈവം അതിനെ അമർത്താൻ പോകും. ശരീരത്തിൽ ആ വിടുതൽ സംഭവിക്കാൻ പോകും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തലമുറകൾ ഒക്കെ ഇന്ന് പകൽ ആ വിടുതൽ സംഭവിക്കാൻ പോകുക. നമ്മുടെ കുറുവാക്കി ഒന്ന് ശ്രദ്ധിക്കൂ. ദൈവമേ, നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട് കേട്ടോ. ആരും നിരാശപ്പെടല്ലേ സഹോദരങ്ങളെ. നമ്മുടെ ദൈവത്തിന് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. ഉറപ്പാക്കിക്കോ. ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന്, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന് ശോഷിച്ച ഒരു ഭുജമല്ല, ബലഹീനമായ ഒരു ഭുജമല്ല, കുറുകിപ്പോകുന്ന ഒരു ഭുജമല്ല, തളർന്നു പോകുന്ന ഒരു ഭുജമല്ല ഉള്ളത്. വീര്യം പ്രവർത്തിക്കുന്ന ഒരു ഭുജം. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യേ. മോശ കൈ നീട്ടിയപ്പോ മനുഷ്യമായി മോശയുടെ കൈ ബലഹീനമാണ്. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, യഹോവയുടെ മഹത്വമുള്ള ഭുജം അല്ലെങ്കിൽ വീര്യമുള്ള ഭുജം, ശക്തിയുള്ള ഭുജം മോശയുടെ ഭുജത്തിന്മേൽ വന്നപ്പോ ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. പ്രിയരെ, നീ വിശ്വാസത്തോടെ കൈ നീട്ടുമ്പോൾ, വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ നിന്റെ ഭുജത്തിന്റെ കൂടെ മഹത്വമുള്ള ഒരു ഭുജം, ഒന്നുകൂടെ പറഞ്ഞാൽ വീര്യമുള്ള ഒരു ഭുജം ഇറങ്ങി വരും കേട്ടോ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ, ആഴിയെന്ന് ചിന്തിക്കുന്നിടത്ത് പാതയൊരുക്കാൻ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ ആ ഭുജം ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ധൈര്യത്തോടെ പറ. നിരാശയുടെ വാക്കുകളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പറ, ദൈവമേ, ഞാൻ സേവിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, അത് ഞാൻ അറിയുന്നു. സ്തോത്രം ചെയ്യാമോ? അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ നിരാശയുടെ വാക്ക് പറയുന്നത്? സംശയിക്കുന്നത് എന്തിനാ? തളരുന്നത് എന്തിനാ? നമ്മൾ തളരുമ്പോഴും തളരാത്ത ഭുജം, കുറുകാത്ത ഭുജം ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. അടുത്ത വാക്യം നോക്കൂ. നിന്റെ കൈ ബലമുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ബലഹീനമായൊരു കൈ അല്ല, ബലമുള്ള കൈ, നീട്ടിയ ഭുജം. നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതമാണ്. ഈ കൈ അങ്ങോട്ട് നീട്ടിയാൽ, ആ ദൈവത്തിന്റെ കൈ അങ്ങോട്ട് നീട്ടിയാൽ ഒരു ശക്തികളും ഒരു ദുഷ്ടസിംഹാസനങ്ങളും അടുത്തു വരത്തില്ല. അതിന് മനസ്സിലാകും ഉന്നതമായൊരു കരമായി നീട്ടിയിരിക്കുന്നത്, ശ്രേഷ്ഠമായ കരമാണ് നീട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കരമാ തന്റെ ജനമായ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം നീട്ടിയതെന്ന ദുഷ്ടശക്തികൾ മനസ്സിലാക്കും. നമുക്കിന്ന് അറിവുണ്ടോ? ദൈവത്തിന്റെ വലങ്കൈ ഉന്നതമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി ചെയ്യാൻ കഴിവുള്ള ഒരു കരമ, ഉന്നതമായ കരം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അത്ഭുതകരമായ വഴി തുറക്കാൻ കഴിവുള്ള ഒരു കരമ, ഉന്നത കരം. ഒന്നുകൂടി പറയട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടേഴ്സിനേക്കാൾ നിങ്ങളുടെ ശരീരത്തിൽ സർജറി ചെയ്യാൻ, നിങ്ങളുടെ അവയവങ്ങളിൽ മാറ്റേണ്ടതിനെ മാറ്റി അതിനെ സ്മൂത്താക്കാൻ കഴിവുള്ള ഉന്നതമായൊരു കരം. ആര് നോക്കിയിട്ടും പരാജയപ്പെട്ട വിഷയത്തെ, യോജിക്കാത്ത വിഷയത്തെ യോജിപ്പിച്ചു നിർത്താൻ കഴിവുള്ള ഉന്നതമായ കരം. എന്നുവെച്ചാൽ അധികാരത്തിന്റെ കരമാണ്. ആ കരത്തിനകത്തൊരു ഓർഡർ വന്നാൽ അത് നടപ്പിലാക്കാതിരിക്കാൻ ഏത് ശക്തിക്ക് കഴിയും സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ഈ സങ്കീർത്തനം പരിശോധിക്കണേ. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ഉന്നതമായ കരം, ആ ഭുജം എന്നെ ബലപ്പെടുത്തും. വ്യക്തിപരമായിട്ട് പറ, ശത്രു എന്നെ തോൽപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു ഭുജം എനിക്ക് വേണ്ടിയുണ്ട്. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല. കാരണം ഒരു ദൈവവൈതനെ, വ്യക്തിത്വമുള്ളതിനെ, ദൈവം കണ്ടെത്തിയതിനെ, ദൈവം അഭിഷേകം ചെയ്തതിനെ, പ്രാർത്ഥന മനുഷ്യനെ പീഡിപ്പിക്കാൻ അനുവദിക്കാത്ത ശ്രേഷ്ഠ ഭുജം എനിക്കും നിങ്ങൾക്കും വേണ്ടി നീട്ടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യുക.
ഓ ശ്രേഷ്ഠ ഭുജം ഇന്ന് പകൽ നീട്ടി ഉയർന്നിരിക്കുന്ന ഭുജം യെസ് എനിക്ക് വേണ്ടി നീട്ടിയിട്ടുണ്ട്. അത് ശ്രേഷ്ഠമാണ്, അത് ഉന്നതമാണ്, ആർക്കും അടയ്ക്കാൻ പറ്റാത്തതാണ്. ആ ഭുജത്തിന്റെ ശക്തി ഞാൻ അനുഭവിക്കുന്നു. സ്തോത്രം ചെയ്താട്ട. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയ്ക്ക് വീര്യമുള്ള ഭുജമുണ്ട്. ഓയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഓയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു. ആ വീര്യമുള്ള ഭുജത്തിനായി സ്തോത്രം. അത്ഭുതം പ്രവർത്തിക്കുന്ന ഭുജത്തിനായി സ്തോത്രം. ഉന്നതമായ അങ്ങയുടെ ഭുജത്തിനായി സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഭുജത്തിനായി സ്തോത്രം. കർത്താവ്, ചിലതിനെ വിഭജിക്കുന്ന ഭുജത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠ ഭുജത്തിന്റെ ശക്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകൾ ജലത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കും. സകല മഹത്വമായി യേശുവിൻ നാമം തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോട് പറ, കർത്താവേ, അങ്ങയ്ക്ക് വീര്യമുള്ളൊരു ഭുജമുണ്ട്. അങ്ങയുടെ വലം കൈ ബലമുള്ളതാണ്, അത് ഉന്നതമാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിക്കും.